ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. ജയലേണിന്റെ പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടത്. വേറൊന്നുമല്ല, നമുക്ക് മലയാളം പരീക്ഷ, അതായത് ഹൈസ്കൂൾ ടീച്ചർ തസ്തികയ്ക്കുള്ള അപേക്ഷ വിളിച്ചു കഴിഞ്ഞു. ഏകദേശം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. അപ്ലൈ ചെയ്യേണ്ടത് 29-ാം തീയതി ആയിരുന്നു. അതിൻ്റെ എക്സാം ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ എക്സാം കലണ്ടർ, PSC എക്സാം കലണ്ടർ ഏകദേശം നമുക്കൊരു ഒക്ടോബർ വരെയുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ HSAയുടെ എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ, ഈ ഒരു കാലയളവിലാണ് എക്സാം നടത്തുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ HSA മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക. വേറൊന്നുമല്ല, HSA മലയാളത്തിൽ ഒരു പ്രധാന ടോപ്പിക്ക്, നിരൂപണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, ഈ വരുന്ന HSA എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അല്ലേ, HSA മലയാളം അല്ലെങ്കിൽ HSA ഏത് കോഴ്സ് ആയിക്കോട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. കാരണം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അതിനു മുമ്പ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വരാനൊക്കെ പോകുമ്പോൾ ഏകദേശം ഒരു അവസാനത്തെ HST അല്ലെങ്കിൽ HSA പരീക്ഷയായിരിക്കും. അതുകൊണ്ട് ഹൈസ്കൂൾ അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 2023 വന്ന റാങ്ക് ലിസ്റ്റ് 2026 അവസാനിക്കും. അതിൽ തന്നെ ഓരോ ജില്ലകളുടെയും അഡ്വൈസ് ലിസ്റ്റൊക്കെ നിങ്ങളിപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും. ആ അഡ്വൈസ് മെമ്മോ അയച്ചതിൻ്റെ ലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിയമനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 2026 ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ 2027 അല്ലെങ്കിൽ 2026 അവസാനം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2025 നമുക്കൊരു മധ്യത്തിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇത്രയും മാസങ്ങൾക്കുള്ളിൽ വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ മലയാളം അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. HSA മലയാളത്തിൻ്റെ ഒരു പ്രധാന ടോപ്പിക്ക് നിരൂപണ സാഹിത്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിരൂപണ സാഹിത്യത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നിരൂപണ സാഹിത്യത്തിൻ്റെ ആദ്യകാല രൂപങ്ങളെ കുറിച്ചാണ്. ഏകദേശം ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ നോട്ട്സ് കുറിച്ച് വെച്ച് പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ, ജയലേണിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കൂടുതൽ വീഡിയോസ് ഇതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ, നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളുടെ കൈവിരൽ തുമ്പത്തുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു നിരൂപണ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേരളവർമ്മയും അതുപോലെ തന്നെ AR രാജരാജവർമ്മയും അതുപോലെ CP അച്യുതമേനോനും ഒക്കെ ഉള്ള ആ നിരൂപണ തുടക്കകാലത്തെ ആളുകൾ. അതിനുശേഷം നവോത്ഥാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കേസരിയും മുണ്ടശ്ശേരിയും MP പോളും ഒക്കെ കുട്ടിക്കൃഷ്ണമാരാരും ഒക്കെ വിളങ്ങി നിന്നിരുന്ന ആ ഒരു സുവർണ കാലഘട്ടം. ഇങ്ങേ തലമുറയിലേക്ക് വരുമ്പോൾ രാജാകൃഷ്ണനും അതുപോലെ നരേന്ദ്രപ്രസാദ് സാറ് തുടങ്ങിയവരൊക്കെ, അതുപോലെ ദേവിക, പുതിയ ആ ഒരു അറ്റുകുറുക്കിയ ഭാഷയോട്, നമുക്ക് ചടുലമായ ഭാഷയോട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു എഴുത്തുകാരിയാണല്ലോ ദേവിക. മാധവിക്കുട്ടിയെ കുറിച്ചുള്ള പഠനമൊക്കെ ഒത്തിരി അവരുടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പുതുതലമുറയിലെ നിരൂപണ ശൃംഖലയിൽപ്പെട്ടവരിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ഈ നിരൂപണ സാഹിത്യശാഖയ്ക്ക് അടിസ്ഥാനമിട്ട പത്രമാസികകളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം, അച്ചടി ഭാഷ കടന്നു വന്നതിന് ശേഷം, പത്രമാസികകളുടെ രംഗപ്രവേശത്തിന് ശേഷം, അല്ലെങ്കിൽ ആനുകാലികങ്ങൾ, അല്ലെങ്കിൽ ദ്വൈമാസിക, ത്രൈമാസിക തുടങ്ങിയിട്ടുള്ളവരെ കടന്നു വരുമ്പോൾ ശേഷമാണ് ഈ ഒരു നിരൂപണ ശാഖയ്ക്ക് തുടക്കമുണ്ടായതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആ ആദ്യകാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. എന്താണ്? ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് നിന്ന് ആരംഭിച്ച പത്രം ഏതെന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ പത്രവും നിരൂപണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. മലയാള നിരൂപണ ശാഖയ്ക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ പത്രമാസികകൾ കൂടെ തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. അച്ചടി ഹെർമൻ ഗുണ്ടർട്ടും അതുപോലെ മിഷണറിമാരൊക്കെ
അച്ചടി വിദ്യ നമ്മുടെ കേരളത്തിലേക്ക് പറിച്ചു നട്ടപ്പോൾ അതിനുശേഷം വരുന്ന ഗ്രന്ഥങ്ങളിലൂടെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ലേഖനങ്ങളിലൂടെ കവിതകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഗദ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല നിലവാരമുള്ള ലേഖനങ്ങളും പഠനങ്ങളും ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന പത്രമാസികകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ആദ്യമായിട്ട് നിങ്ങളോട് ചോദിച്ചത്. ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് നിന്ന് ആരംഭിച്ച പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: രാജ്യസമാചാരം, ജ്ഞാനനിക്ഷേപം, വിദ്യാസംഗ്രഹം, പശ്ചിമോദയം. ഇതിലേതാണ് ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ചെന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് നിന്ന് ആരംഭിച്ച പത്രം. അപ്പൊ ബെഞ്ചമിൻ ബെയ്ലിയും അതുപോലെ തന്നെ ഗുണ്ടട്ടും എല്ലാം മിഷണറിമാരായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് നമ്മുടെ ഭാഷയുമായിട്ട് പൊരുത്തപ്പെടാനും നമ്മളുമായിട്ട് സംസാരിക്കാനും അതുപോലെ മലയാള ഭാഷയുടെ തനിമയെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്വരൂപിക്കാനൊക്കെ മുന്നിട്ട് നിന്നവരാണ് ബെയ്ലിയും ഗുണ്ടട്ടും ഒക്കെ. അപ്പൊ ബെയ്ലി തുടങ്ങിയ പത്രം ഏതാണ്? കോട്ടയത്ത് നിന്ന് ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ജ്ഞാനനിക്ഷേപമാണ്. ഓക്കെ, അപ്പൊ രാജ്യസമാചാരം നമ്മൾ GK പഠിച്ചിട്ടുണ്ട് അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറഞ്ഞിട്ട് രാജ്യസമാചാരം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചിമോദയം, ഈ രണ്ട് പത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം എന്ന് പറയുന്നത് ഹെർമൻ ഗുണ്ടർട്ട് തുടങ്ങിയ പത്രമാണ്. 1847 ഈ പറയുന്ന രണ്ട് പത്രങ്ങളും ഗുണ്ടർട്ട് തുടങ്ങുന്നത്. ഓക്കെ, ഏതാണ്ട് ജൂൺ ഒരു ഒക്ടോബർ ആ മാസത്തിന്റെ കാലയളവിലാണ് ഈ രണ്ട് പത്രങ്ങളും ഗുണ്ടട്ട് തുടങ്ങുന്നത്. ജ്ഞാനനിക്ഷേപം ബെയ്ലി ആരംഭിക്കുന്നത് 1848 ജ്ഞാനനിക്ഷേപം ആരംഭിക്കുന്നത്. ഓക്കെ, വിദ്യാസംഗ്രഹം എന്താണ്? വിദ്യാസംഗ്രഹത്തിന്റെ പ്രത്യേകത പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഒരു കോളേജ് മാഗസിൻ അല്ലെ? കോട്ടയം CMS കോളേജിന്റെ മാഗസിൻ എന്ന നിലയിലാണ് വിദ്യാസംഗ്രഹം ആരംഭിച്ചത്. 1868 വിദ്യാസംഗ്രഹം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 മാസികകളും നോക്കൂ. 1847 ഈ പറഞ്ഞ രാജ്യസമാചാരവും പശ്ചിമോദയവും വന്നു. 48 ജ്ഞാനനിക്ഷേപം വന്നു. 68 വിദ്യാസംഗ്രഹം വരുന്നു. പിന്നെ അതിനിടയിലുണ്ടല്ലോ ഒത്തിരി മാസികകളുണ്ട്. അതിനിടയിൽ പിന്നെ വരുന്ന കവനോദയം പോലുള്ള കവന കൗമുദി, രസികരഞ്ജിനി, വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, മലയാളി തുടങ്ങിയിട്ടുള്ള ഒത്തിരി, കേരള പത്രിക അല്ലെ, ഇങ്ങനെയുള്ള ഒരുപാട് മാസികകളും പത്രങ്ങളും ഒക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം പ്രാധാന്യം നിരൂപണത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് കവിതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് ഗദ്യത്തിനും കൂടി പ്രാധാന്യം കൊടുത്ത ലേഖനങ്ങളും പുസ്തക നിരൂപണങ്ങളും പുസ്തക പഠനങ്ങളും പുസ്തക അഭിപ്രായങ്ങളും ശേഖരിച്ച് അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് നിരൂപണ ശാഖയ്ക്ക് അടിത്തറ പാകിയിട്ടുള്ള മാസികകളും പത്രങ്ങളുമാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്, ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് നിന്ന് ആരംഭിച്ച പത്രം എന്ന് പറയുന്നത് ജ്ഞാനനിക്ഷേപമാണ്. 1848 എന്ന വർഷവും കൂടി കൃത്യമായിട്ട് ഓർത്തു വെക്കണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇവിടെ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. വജ്രസൂചി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ നോക്കാം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഹെർമൻ ഗുണ്ടർട്ട്, ജോർജ് മാത്തൻ, ബെഞ്ചമിൻ ബെയ്ലി. അവിടെയും ഹെർമൻ ഗുണ്ടർട്ടും ബെഞ്ചമിൻ ബെയ്ലിയും കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുണ്ട്, ജോർജ് മാത്തൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഹെർമൻ ഗുണ്ടർട്ട് എന്താണ് വ്യാകരണ ഗ്രന്ഥവും അതുപോലെ തന്നെ ഒരു നിഘണ്ടുവും നമുക്ക് സമ്മാനിച്ചാണ് അല്ലെ? മലയാള ഭാഷാ വ്യാകരണവും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും നമുക്ക് സമ്മാനിച്ച ആളാണ് ഹെർമൻ ഗുണ്ടർട്ട്. ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ജ്ഞാനനിക്ഷേപ പത്രം നമുക്ക് സമ്മാനിച്ചതാണ്. ജോർജ് മാത്തനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം നമ്മൾ സാഹിത്യ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മറന്നു പോകാതെ ഓർത്ത് വെക്കണം. മലയാളമയുടെ വ്യാകരണം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം അത് ജോർജ് മാത്തൻ്റെതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി ഓർമ്മ പുതുക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്താണ്? അദ്ദേഹം ഒരു നിരൂപകനും ഒക്കെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു നമുക്കറിയാം. കൊടുങ്ങല്ലൂർ കളരി, പച്ചമലയാള പ്രസ്ഥാനം അല്ലെ, ആ ഒരു എന്താണ് സാഹിത്യ കവിതാ രംഗത്തിന് അടിത്തറ പാകിയ
ഒരു വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പൊ ഇവരിൽ ആരാണ് ഈ പറയുന്ന വജ്രസൂചി എന്ന ഗ്രന്ഥം രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഒരു മലയാളിയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഇതെഴുതിയത് വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ ഗ്രന്ഥം എഴുതിയത്. അദ്ദേഹത്തിന്റെ മറ്റു 2 ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട്, കേരളോൽപ്പത്തി, കേരള പഴമ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥം കൂടിയുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, കാരണം ഗുണ്ടർട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു മലയാള ഭാഷയെ കുറിച്ചുള്ള സംഭാവനകള് നമ്മുടെ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. നമ്മുടെ മത്സര പരീക്ഷയൊക്കെ അത് HSA ആയാലും HSST ആയാലും സെറ്റ് ആയാലും നെറ്റ് ആയാലും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഗുണ്ടർട്ടിനെ കുറിച്ചുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വജ്രസൂചി എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ, മറ്റൊന്ന് കേരളോൽപ്പത്തി, കേരള പഴമ തുടങ്ങിയ ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ മലയാള ഭാഷാ വ്യാകരണമുണ്ട്. അതുപോലെ എന്താണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എന്ന് പറയുന്ന ഗ്രന്ഥം കൂടി ഗുണ്ടർട്ടിൻ്റെതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടി ലക്ഷ്മണരായർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഏത് കൃതിയെ കുറിച്ച് എഴുതിയ നിരൂപണമാണ് മലയാളത്തിലെ ആദ്യ പുസ്തക നിരൂപണം എന്ന നിലയിൽ പ്രാധാന്യമുള്ളത്? ഓക്കെ, എന്താണ്? ടി ലക്ഷ്മണരായർ മലയാളത്തിലേക്ക് ഒരു മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തൊരു കൃതിയുണ്ട്. ആ കൃതിയെ കുറിച്ച് ഒരു നിരൂപണം എഴുതിയിരുന്നു. ആ നിരൂപണത്തിനാണ് മലയാളത്തിലെ ആദ്യത്തെ പുസ്തക നിരൂപണം എന്ന നിലയിൽ പരാമർശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏത് പുസ്തകത്തെ കുറിച്ചുള്ളതാണെന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലക്ഷ്മണരായർ എഴുതിയ ഗ്രന്ഥം ഏതാണ്, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഗ്രന്ഥം ഏതാണ്, അതിനെക്കുറിച്ചുള്ള നിരൂപണമാണ് മലയാളത്തിലെ ആദ്യത്തെ പുസ്തക നിരൂപണം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ പുസ്തകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കാം. സാൻമാർഗോപദേശം, ഭാഷാ കൗടലീയം, മലയാഴ്മയുടെ വ്യാകരണം, കേരളോൽപ്പത്തി. ഇതിൽ ഓപ്ഷൻ സിയും ഡിയും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ? എന്താണ്? മലയാഴ്മയുടെ വ്യാകരണം പറഞ്ഞ് ജോർജ് മാത്തനാണ്. കേരളോൽപ്പത്തി എഴുതിയത് നമ്മുടെ നേരത്തെ പറഞ്ഞത് ഗുണ്ടർട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ബാക്കി 2 എണ്ണം സാൻമാർഗോപദേശം, ഭാഷാ കൗടലീയം. ഓപ്ഷൻ ബി നോക്കിയേ, ഭാഷാ കൗടലീയം നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്? കൗടില്യന്റെ അല്ലെ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ ഭാഷാപരമായിട്ടുള്ള മറ്റൊരു മലയാള ഭാഷയിലുണ്ടായ ഒരു എന്താ പുതിയ ഒരു പുസ്തക രൂപമാണ് ഭാഷാ കൗടലീയം എന്നുള്ള ഒരു വ്യാഖ്യാനം അല്ലെ? വ്യാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഭാഷാ കൗടലീയം. അപ്പോ ഭാഷാ കൗടലീയമല്ല, ഉത്തരം വരുന്നത് സാൻമാർഗോപദേശമാണ്. ഏത്? ടി ലക്ഷ്മണരായർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത സാൻമാർഗോപദേശം എന്ന പുസ്തകം, ആ പുസ്തകത്തിന് എഴുതിയ നിരൂപണമാണ് ആദ്യ പുസ്തക നിരൂപണമായിട്ട് വരുന്നത്. ഇത് ആരാണ് എഴുതിയതെന്നുള്ളത് CP അച്യുതമേനോൻ എന്ന് പറയുന്ന ലേഖകനാണ്, നിരൂപകനാണ്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പൊ സാൻമാർഗോപദേശം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട്. ആ പുസ്തക നിരൂപണത്തെ കുറിച്ച് എന്താ പറയുക, നല്ല വിശദമായിട്ടുള്ളൊരു പഠന രീതിയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വിദ്യാവിനോദിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാസികയിലാണ് വന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. നമുക്കറിയാം CP അച്യുതമേനോൻ തുടങ്ങിയ മാസികയാണ് വിദ്യാവിനോദിനി എന്ന് എല്ലാവർക്കും അറിയാലോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ, കേരളത്തിലെ അച്ചടിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഏത് ഗ്രന്ഥത്തിന്റെ പ്രസാധനത്തിലൂടെയാണ്? എന്ന് വെച്ചാൽ ഏത് ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതിലൂടെയാണ് കേരളത്തിന്റെ അച്ചടി എന്ന ചരിത്രം ആരംഭിക്കുന്നത്? അപ്പൊ ഈ ക്ലാസ്സിൽ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് നിരൂപണ ശാഖയ്ക്ക് അടിത്തറ പാകിയത് അച്ചടിയുടെ കണ്ടുപിടുത്തവും അതോടൊപ്പം മറ്റു പല ഗ്രന്ഥങ്ങൾ മാസികകളൊക്കെ വരുന്നതോട് കൂടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചടി എന്ന് പറയുന്നുള്ള ആ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നതിന് ഒരു അടിത്തറയിട്ടത് അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രചാരമുണ്ടായത് ഏത് ഗ്രന്ഥത്തിന്റെ പ്രസാധനത്തിലൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ വർത്തമാന പുസ്തകം, ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം, ഭാഷാപോഷിണി, വിദ്യാവിനോദിനി. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ 2 മാസികകളുണ്ട്. ഒന്ന് ഭാഷാപോഷിണിയും വിദ്യാവിനോദിനിയുമാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് രണ്ടുമല്ല. ഭാഷാപോഷിണി, വിദ്യാവിനോദിനി മാസികകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാനുള്ളതാണ്. പിന്നെയുള്ളത് എയും ബി ആണ്. അതില് ഓപ്ഷൻ എ വർത്തമാന പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ആരുടേതാണ്? പാറേമാക്കൽ തോമാ കത്തനാരുടെ അല്ലെ വർത്തമാന പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അല്ലെ? അപ്പോ അത് എന്താണ്, വേറൊരു രീതിയിൽ പെടുന്ന ഒരു സാഹിത്യ രൂപമാണ്. ഓക്കെ, അത് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. വർത്തമാന പുസ്തകം ഉൾപ്പെടുന്ന ഒരു കൃതിയാണ്. അതല്ല ഇവിടെ ഉൾപ്പെടുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം. അതായത് ഇംഗ്ലീഷിൽ നിന്നും തർജ്ജിമ ചെയ്ത കൃതികൾ, കഥകൾ എന്ന രീതിയിലാണ് ഇറങ്ങിയ പുസ്തകമാണ് എന്ത്, അച്ചടിക്ക് ഒരു അടിത്തറ കൊടുത്തത്, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ പ്രസാധനം അച്ചടിച്ച് ആദ്യം വരുന്ന ഒരു പുസ്തകം എന്ന രീതിയിൽ ആ ഒരു പുസ്തകം വന്നതോടു കൂടിയാണ് അച്ചടി കേരളത്തില് പ്രചാരം നേടിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയുള്ള കൃതിയാണല്ലോ സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്. റോമിൽ അച്ചടിച്ച പുസ്തകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതും അച്ചടി പ്രാബല്യത്തിലാകാനായിട്ടൊക്കെ നമുക്ക് നമ്മളെ പ്രേരിപ്പിച്ച ഒരു കൃതി തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തില് അച്ചടിയുടെ ചരിത്രം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അച്ചടിയുടെ ചരിത്രത്തിന് അടിത്തറയിടുന്നത് ഏത് പുസ്തകത്തിന്റെ പ്രസാധനത്തിലൂടെയാണ്? ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന കൃതിയിലെ ഗ്രന്ഥത്തിന്റെ പ്രസാധനത്തിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓരോ ചോദ്യത്തിന്റെയും പ്രധാനപ്പെട്ട ചില 1-2 പോയിന്റ്സ് മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജയലന്റെ ലൈവ് ക്ലാസ്സുകളിലും ആപ്പിലെ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കും. അപ്പൊ കൂടുതൽ കണ്ടന്റ് ഉള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നോക്കാം. മലയവിലാസം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയവിലാസം അറിയാലോ ആരുടേതാണെന്ന്. ARന്റെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം എന്ന് പറയുന്നത് അല്ലെ. മലയാളത്തിൽ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് വേണമെങ്കിൽ മലയവിലാസത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. ഖണ്ഡകാവ്യങ്ങളുടെ ഒരു രീതിയിൽ നമുക്കറിയാലോ കുമാരനാശാൻ അല്ലെ. കുമാരനാശാൻ ഖണ്ഡകാവ്യം എഴുതിയ മഹാകവിയാണ്. മഹാകവിയും എഴുതാതെ മഹാകവിയായ കുമാരനാശാന്റെ ഖണ്ഡകാവ്യങ്ങളാണ് നമുക്ക് പഠന വിഷയമായിരിക്കുന്നത്. നളിനിയും ലീലയും വീണപൂവും ഒക്കെ ദുരവസ്ഥയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. അതെല്ലാം ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉള്ളൂരിന്റെ കർണഭൂഷണവും വള്ളത്തോളിന്റെ ശിഷ്യനും മകനവും അതുപോലെ അച്ഛനും മകളും ഒക്കെ ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ്. എന്നാൽ അതൊക്കെ മുന്നേ ആയിട്ട് AR മലയവിലാസം എന്ന കൃതിയായിട്ട് വന്നിരുന്നു. ആ മലയവിലാസം എന്ന കൃതി അല്ലെങ്കിൽ ഖണ്ഡകാവ്യം പ്രസിദ്ധീകരിച്ച മാസിക, ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ, വിദ്യാവിനോദിനി മാസികയിലാണ് ആദ്യമായിട്ട് ഈ മലയവിലാസം എന്ന ഖണ്ഡകാവ്യം പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്ന് ഖണ്ഡകാവ്യം, അതുപോലെ തന്നെ നമ്മുടെ മഹാകാവ്യം രാമചന്ദ്ര വിലാസം, പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് എന്താണ് വീണപൂ ആദ്യം പ്രസിദ്ധീകരിച്ചത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ആ കൃതിയൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ മലയവിലാസം ആദ്യമേ പ്രസിദ്ധീകരിച്ച മാസിക എന്ന് പറയുന്നത് വിദ്യാവിനോദിനി. ഇത് ആരുടേതാണ്? CP അച്യുതമേനോൻ അല്ലെ. CP അച്യുതമേനോൻ എന്ന് പറയുന്ന വിമർശനത്തിലെ ഒരു മികച്ച അല്ലെ ഒരു എന്താ പറയുക ഒരു പുലി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് CP അച്യുതമേനോൻ. അദ്ദേഹമാണ് ഇത് വിദ്യാവിനോദിനി ആരംഭിച്ച 1889 വിദ്യാവിനോദിനി ആരംഭിക്കുന്നത്. പിന്നെ കവന കൗമുദി, ആത്മപോഷണി, വിവേകോദയം. ഓക്കെ, അതിലെ വിവേകോദയം എന്ന് പറയുന്ന മാസിക ആരുടേതാണ്? കുമാരനാശാന്റെ പത്രാധിപത്യത്തിൽ തുടങ്ങിയതാണ്. ആത്മപോഷണിയുടെ പത്രാധിപത്യം എന്ന് പറയുന്നത് വള്ളത്തോളാണ്. കവന കൗമുദി ആരംഭിക്കുന്നത് കവിതയ്ക്ക് മാത്രമായിട്ട് ആരംഭിച്ച ഒരു മാസികയാണ് കവന കൗമുദി. പന്തളം കേരളവർമ്മയാണ് ഈ കവന കൗമുദി ആരംഭിക്കുന്നത്. ഇത് കവന കൗമുദി എന്ന് പറയുമ്പോൾ കവിതയ്ക്ക് മാത്രമായിട്ട്, ഇത് കവിതയുടെ പഠന സംബന്ധമായ കവിതയെ കുറിച്ചുള്ള അഭിപ്രായങ്ങള്, കവിതകളെ കുറിച്ചുള്ള വിമർശനങ്ങള്, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു മാസികയാണ് കവന കൗമുദി. പന്തളം കേരളവർമ്മ ആരംഭിച്ചത്. ബാക്കി മൂന്നും ആത്മപോഷണി ആരംഭിച്ചത് വള്ളത്തോള്, അദ്ദേഹത്തിന്റെ പത്രാധിപത്യം. വിവേകോദയം ആശാന്റെ പത്രാധിപത്യത്തിൽ ആരംഭിച്ചു. ഓക്കെ, വിദ്യാവിനോദിനിയിലാണ് മലയവിലാസം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എന്ന കാര്യം മറക്കാതെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, 4 പേരിൽ ഒരുത്തൻ അഥവാ നാടകാന്ത്യം കവിത്വം എന്ന നോവൽ രചിച്ചത്. നാടകാന്ത്യം കവിത്വം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. നമ്മൾ പൗരസ്ത്യ സാഹിത്യം എന്നൊക്കെ പഠിക്കുമ്പോഴാണല്ലോ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു എന്താ പറയാ ഫലിത രൂപേണ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞേക്കാണ് 4 പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്ന പേരിൽ ഒരു നോവൽ രചിച്ചത് ആരാണ്? ഇതൊരു സോഷ്യൽ സറ്റയർ എന്നല്ല, ഒരു കൃതിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പരിഹാസത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്.
അത് രചിച്ചത് ആരാന്ന് ചോദിച്ചിരിക്കുന്നത് പി രാമക്കുറുപ്പ്, കെ സി നാരായണൻ നമ്പ്യാർ, സി അന്തപ്പായി, ശ്രീവള്ളി നാരായണൻ നമ്പൂതിരി. ഇതിൽ ആരാണ് ഈ കൃതി രചിച്ചത്, ഈ നോവൽ രചിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, സി അന്തപ്പായി ആണ് ഈ നോവൽ രചിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യകാലത്ത് ഇങ്ങനെ ചില പരിഹാസ രൂപേണ രചിക്കപ്പെട്ട ചില കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് ഒന്ന് രണ്ട് കൃതികൾ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പി രാമക്കുറുപ്പും കെ സി നാരായണൻ നമ്പ്യാരും രണ്ടുപേരും, അതായത് രണ്ട് ദിക്കിൽ നിന്നിട്ട്, അതായത് ഒരാൾ വടക്ക് ദിക്കിൽ മറ്റൊരാൾ തെക്ക് ദിക്കിൽ നിന്നിട്ട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അതില് വടക്ക് ദിക്കിൽ പി രാമക്കുറുപ്പ് എഴുതിയിട്ടുള്ള കൃതി, അതുപോലെ തെക്ക് ദിക്കില് തെക്കൻ ദേശത്ത് കെ സി നാരായണൻ നമ്പ്യാർ എഴുതിയ കൃതി, അത് രണ്ടിന്റെയും പേര് തന്നെയാണ് ചക്കി ചങ്കരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലാണ്. ഓക്കെ, അപ്പൊ ചക്കി ചങ്കരം എന്ന പേരിൽ കൃതി രചിച്ചത് പി രാമക്കുറുപ്പും അതുപോലെ കെ സി നാരായണൻ നമ്പ്യാർ. രണ്ട് ദേശത്ത്, അതായത് വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ വടക്കൻ കേരളത്തില് പി രാമക്കുറുപ്പ് എഴുതിയ ചക്കി ചങ്കരവും തെക്കൻ ഭാഗത്ത് കെ സി നാരായണൻ നമ്പ്യാർ എഴുതിയ ചക്കി ചങ്കരവുമാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായത്. അതായത് അന്ന് നാടകങ്ങൾ കൂടുതലായിട്ടും വർദ്ധിച്ചു വരുന്നു. അപ്പൊ നാടകത്തിന് വേണ്ടിയിട്ട് എഴുതാൻ ഇഷ്ടം പോലെ ആൾക്കാർ മത്സരിച്ചപ്പോ ആ ഒരു രീതിയെ കളിയാക്കിക്കൊണ്ടാണ് ഈ രണ്ട് പരിഹാസ കൃതികൾ രചിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ അതിനെ പരിഹസിച്ചുകൊണ്ടാണ് സി അന്തപ്പായിയും ഇങ്ങനെ ഒരു നോവല് രചിച്ചത്. ഏത്, 4 പേരിൽ ഒരുത്തൻ അഥവാ നാടകാദ്യം കവിത്വം എന്ന പേര് രചിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീവള്ളി നാരായണൻ നമ്പൂതിരി എന്താണ് ദാത്യൂഹ സന്ദേശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരില് പരിഹസിച്ചുകൊണ്ട് കൃതി എഴുതിയിട്ടുണ്ടായിരുന്നു. ദാത്യൂഹ സന്ദേശം എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീവള്ളി നാരായണൻ നമ്പൂതിരി എഴുതിയത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള ചില കൃതികളും കൂടി നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് തുടരെ ഈ വരുന്ന അടുത്ത ക്വസ്റ്റ്യനിൽ കൂടിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് എന്താണ്, ഒരു മൂലകൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. മൂലകൃതി അല്ലെങ്കിൽ ഏത് കൃതിയാണ് പരിഹസിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് കൃതിയാണ് കളിയാക്കേണ്ടത് അതിനെ അനുസരിച്ചുകൊണ്ട് എഴുതപ്പെട്ടുള്ള കൃതികളാണ് ഇങ്ങനെയുള്ളതെല്ലാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. കൃതികളുടെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന വിമർശന രീതിയായ പ്രോത്സാഹന നിരൂപണത്തിന്റെ പ്രയോക്താവ് ആരാണ്? എന്താണ് പ്രോത്സാഹന നിരൂപണത്തിന്റെ പ്രത്യേകത? കൃതിയെ വിമർശിക്കുമ്പോൾ, അതായത് ഒരു വിമർശനത്തിന് പാത്രമാകുന്ന കൃതി അതിന് നല്ല വശവും മോശവശവും വിമർശിക്കും. പക്ഷേ ഇവിടെ കൃതിയുടെ നല്ല വശം മാത്രം വിമർശിക്കുകയുള്ളൂ. അങ്ങനെയാണ് പ്രോത്സാഹന നിരൂപണം എന്ന് പറയുന്നത്. അതിന്റെ പ്രയോക്താക്കളിൽ പ്രമുഖനായ വ്യക്തി ആരാണ്? വേറാരുമല്ല, ഓപ്ഷൻ ഡി ആണ്, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് ഈ പ്രോത്സാഹന നിരൂപണത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രോത്സാഹന നിരൂപണത്തെ കുറിച്ച് നമ്മുടെ സുകുമാർ അഴീക്കോട് പറയുന്ന ഒരു അഭിപ്രായമാണ്. നമ്മൾ ഓപ്ഷനിൽ കൊടുത്ത എന്താണ് അദ്ദേഹം പറയുന്നത് ഇതാണ്. അതായത് അന്ന് ആദ്യകാലത്ത് പുസ്തകങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ട് പുസ്തക രചനയെ പ്രോത്സാഹിപ്പിക്കാനും പുസ്തകങ്ങൾ കിട്ടുവാനും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങുവാനും വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനൊരു പ്രോത്സാഹന നിരൂപണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിരൂപണ രീതിയെ പ്രോത്സാഹിപ്പിച്ചത്, അല്ലെങ്കിൽ അത് നിലവിൽ വന്നതെന്നാണ് സുകുമാർ അഴീക്കോട് വാദിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പ്രോത്സാഹന നിരൂപണ രീതിയെ രണ്ട് രീതിയിലായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ധ്വംസകം എന്ന് പറഞ്ഞിട്ടുള്ള പേരിലും മറ്റൊന്ന് പോഷകം എന്ന് പറഞ്ഞ പേരിലും. ഈ രണ്ട് രീതിയിലാണ് ഈ പ്രോത്സാഹന നിരൂപണത്തെ വിഭജിക്കുന്നതെന്ന് പറയുന്നത്. ഇത് രണ്ട് വിഭജനം നടത്തുന്നത് വേറെ ആരുമല്ല, വടക്കുംകൂർ രാജരാജവർമ്മയാണ് ഈ രണ്ട് വിഭജനം നടത്തിയിട്ടുള്ളത് കേട്ടോ. പ്രോത്സാഹന നിരൂപണത്തിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, ഒന്ന് ധ്വംസകമെന്നും പോഷകമെന്നുമാണ്. തിരിച്ചത് വടക്കുംകൂറാണ്. ഇത് പുസ്തകങ്ങൾ അച്ചടി പ്രാബല്യം വന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോത്സാഹന നിരൂപണം കൊണ്ടുവന്നതെന്ന് സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നു. കേരളം വലിയ കോയിത്തമ്പുരാൻ ഇതിന്റെ പ്രയോക്താവ് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ഇന്ദുലേഖ എന്ന നോവലിനെ നിരൂപണം ചെയ്തുകൊണ്ട് രചിക്കപ്പെട്ട നോവൽ ഏതാണ്? നോക്കൂ, ഇന്ദുലേഖ എന്നുള്ള നോവലിന്റെ പഠനമല്ല ഉദ്ദേശിക്കുന്നത്, അതിനെ നിരൂപണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കി ചങ്കരം, പറങ്ങോടി പരിണയം, മോഹിനി, കവിരാമായണം. ഏതാണ് ഇതിൽ? ഓപ്ഷൻ ബി ആണ് ആൻസർ. പറങ്ങോടി പരിണയമാണ് ഇതിന്റെ ആൻസർ. എഴുതാരാണ്? കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ് ഈ പറഞ്ഞ കൃതി രചിച്ചത്. കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ് ഈ പറങ്ങോടി പരിണയം എന്ന് പറഞ്ഞ പേരിൽ കൃതി രചിച്ചത്. അതായത് ഇന്ദുലേഖ എന്നുള്ള കൃതിക്ക് അതില് 18ാം അധ്യായത്തേക്ക് വളരെയധികം വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് എഴുതപ്പെട്ടുള്ള കൃതിയാണിത്. അതിന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ദുലേഖയെ കുറിച്ചുള്ള ആ ഒരു സ്ത്രീയുടെ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇന്ദുലേഖ പറയുന്നത്. പക്ഷെ അതിനെല്ലാം പരിഹസിച്ചുകൊണ്ടാണ് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ ഈ ഒരു കൃതി രചിക്കുന്നത്, ഈ നോവൽ രചിക്കുന്നത്, പറങ്ങോടി പരിണയം എന്ന് പറയുന്നത്. ഓക്കെ,
ചക്കി ചങ്ങല ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഒരു പരിഹാസ കൃതിയായിട്ട് രണ്ട് ദേശത്ത് പ്രസിദ്ധീകരിച്ച കൃതി. മറ്റൊന്ന് മോഹിനി എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങമ്പുഴ എഴുതിയ ഒരു കവിതയാണ് മോഹിനി എന്ന് പറയുന്നത്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് സഞ്ജയൻ എഴുതിയൊരു കൃതിയുണ്ട്, മോഹിതൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയുണ്ട്. സഞ്ജയൻ എഴുതിയിട്ടുള്ള മോഹിതൻ എന്ന് പറയുന്ന കൃതി. കവിരാമായണം എന്ന് പറയുന്നത് നമ്മുടെ മൂലൂർ എഴുതിയ കൃതിയാണ്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ എഴുതിയത്. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ട കൃതിയാണ്. കാരണം കവിഭാരതം എന്ന് പറഞ്ഞ പേരിൽ ഒരു കൃതി രചിച്ചിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ. പക്ഷേ അതില് ഒരുപാട് കവികളെ ഒഴിവാക്കിയിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആ ഒരു പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൂലൂർ എഴുതിയ കൃതിയാണ് കവിരാമായണം എന്ന് പറയുന്നത്. അതില് കെ സി കേശവപിള്ള, അതുപോലെ കേശവൻ വൈദ്യൻ, അതുപോലെ തന്നെ പെരുന്നെല്ലി തുടങ്ങിയിട്ടുള്ള കവികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതില് രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഇവരെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് മൂലൂര് ഈ കവിത രചിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രധാന കൃതികളെ അടിസ്ഥാനമാക്കി എന്നാൽ അവയെ പരിഹസിച്ചുകൊണ്ട് എഴുതപ്പെട്ട നിരൂപണത്തിന്റെ തുടക്കകാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള കൃതികളും കൂടി ഉണ്ട് എന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. നവീന ഗദ്യത്തിന്റെയും വിമർശനത്തിന്റെയും പിതാവായി കേരളവർമ്മയെ വിശേഷിപ്പിച്ചത് ആരാണ്? നവീന ഗദ്യത്തിന്റെയും വിമർശനത്തിന്റെയും പിതാവായി കേരളവർമ്മയെ വിശേഷിപ്പിച്ചത് സുകുമാർ അഴീക്കോട്, AR രാജരാജവർമ്മ, ഉള്ളൂർ, M ലീലാവതി. ആരാണ്? ഒറ്റ ചോദ്യമുള്ളൂ. നവീന ഗദ്യത്തിന്റെയും വിമർശനത്തിന്റെയും പിതാവായിട്ട് കേരളവർമ്മയെ വിശേഷിപ്പിച്ചത് വേറെ ആരാണ്? യെസ്, ഓപ്ഷൻ A ആണ്, സുകുമാർ അഴീക്കോടാണ്. അഴീക്കോട് തന്നെ ഒരു വിമർശകനായിരുന്നല്ലോ അല്ലെ, തത്വമസി അല്ലെ. ആ കൃതി വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ ആധുനിക വിമർശനത്തിൽ തന്നെ എന്താ പറയുക, ഒരു പ്രാഗൽഭ്യമുള്ള ഒരു എഴുത്തുകാരനും വാഗ്മിയും ഒക്കെയാണ് അഴീക്കോട്. അദ്ദേഹമാണ് കേരളവർമ്മയെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? നവീന ഗദ്യത്തിന്റെയും വിമർശനത്തിന്റെയും പിതാവായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളൂര് കേരളവർമ്മയെ കുറിച്ച് പറയുന്നത് ഒരു ഗ്രന്ഥ പഠിതാവ് എന്ന രീതിയിൽ മാത്രമേ, ഗ്രന്ഥ പഠിതാവ് എന്ന് മാത്രം ഒരു പദവി കൊടുക്കുന്നുള്ളൂ. അതൊരു വിമർശകൻ എന്ന രീതിയിലൊന്നും ഉള്ളൂര് പറയുന്നില്ല. എങ്കിലും കേരളവർമ്മയുടെ പ്രാസവാദമൊക്കെ നിൽക്കുമ്പോൾ ഉള്ളൂര് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. ARനോട് എതിർത്തുകൊണ്ടാണ് ഉള്ളൂര് നിൽക്കുന്നത്. പക്ഷെ CP അച്യുതമേനോനൊക്കെ നിൽക്കുന്നത് ARന്റെ കൂടെയാണ്, ARന്റെ വാദത്തിനാണ്. കാരണം അദ്ദേഹം ഇന്ദുലേഖയെ ഒരു കാവ്യം എന്നാണ് CP അച്യുതമേനോൻ വിശേഷിപ്പിക്കുന്നത്. ഇന്ദുലേഖ നോവലിനെ ഒരു കാവ്യം, ഒരു കവിതയാണെന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിമർശനത്തിൽ തന്നെ അടിത്തറയുണ്ടാക്കിയത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാസവാദം തന്നെയാണ്. ആ പ്രാസവാദത്തിന് രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അറിയാലോ. നമുക്ക് കണ്ടത്തിൽ വർഗീസ് മാപ്പിള തന്റെ മലയാള മനോരമയിൽ ആരംഭിച്ച സമയത്ത് ഒരു അജ്ഞാതൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു ലേഖനം വന്നതോടുകൂടിയാണ് പ്രാസവാദം തുടക്കം വരുന്നത് അല്ലെ, 1890കളിൽ. അപ്പൊ അതിനുശേഷം പിന്നെ രണ്ട് ഘട്ടത്തിലാണ് പ്രാസവാദം വരുന്നത്, രണ്ട് കാലഘട്ടത്തിൽ. എന്തായാലും AR തന്നെ കേരളവർമ്മയുടെ നിർദ്ദേശപ്രകാരം ഒരു മധ്യസ്ഥ ലേഖനം പ്രസിദ്ധീകരിച്ചോടുകൂടി ആ പ്രാസവാദം തൽക്കാലം കെട്ടടങ്ങുകയും ചെയ്തു. AR പറഞ്ഞത് വ്യക്തിപരമായിട്ട് അദ്ദേഹം പ്രാസവാദത്തെ അനുകൂലിക്കുന്നില്ലെങ്കിലും പ്രാസം ദീക്ഷിക്കുന്നവർക്ക് കവിത എഴുതാം, അല്ലാത്തവർക്കും എഴുതാം എന്ന രീതിയിൽ ആ ലേഖനം അവസാനിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ചാക്യാർ കൂത്തിലെ ഫലിതം തരം താണതാണെന്ന് തുറന്നെഴുതിയ നിരൂപകൻ ആരാണ്? ചാക്യാർ കൂത്തിലെ ഫലിതം തരം താണതാണെന്ന് തുറന്നെഴുതിയ നിരൂപകൻ CP അച്യുതമേനോൻ, AR രാജരാജവർമ്മ, ബാലകൃഷ്ണമേനോൻ, PK നാരായണപിള്ള. ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു തുറന്നെഴുത്ത് വേറെ ആരുടേതല്ല, ആരുടേതാണ്? CP അച്യുതമേനോന്റേതാണ്. അദ്ദേഹം തന്റെ വിദ്യാവിനോദിനിയിലൂടെയാണ് 1889 പുറത്തിറക്കിയ വിദ്യാവിനോദിനിയിലൂടെയാണ് അദ്ദേഹം ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. കാരണം നിശ്ചിതമായിട്ട് തന്നെ വിമർശിച്ച ഒരു വ്യക്തിയാണ് CP അച്യുതമേനോൻ. നേരത്തെ പറഞ്ഞ പോലെ കേരളവർമ്മയൊക്കെ അത് വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ KC കേശവപിള്ളയുടെ കൃതിയെക്കുറിച്ച് KC കേശവപിള്ളയുടെ കൃതിയെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. രാഘവ മാധവ എന്ന് പറയുന്ന കൃതിയെക്കുറിച്ച്, അതുപോലെ സുഭദ്രാർജുനൻ എന്ന നാടകത്തെക്കുറിച്ച്, പിന്നെ ഉള്ളൂരിന്റെ ഉമാകേരളത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠനങ്ങളും വിമർശനങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഈ ചാക്യാർ കൂത്തിനെ അല്ലെങ്കിൽ ചാക്യാർ കൂത്തിലെ ഫലിതം എന്ന് പറയുന്നത് ഒരു തരം താണ പ്രവൃത്തി അല്ലെങ്കിൽ തരം താണതിന് തുല്യമാണ് എന്ന് CP അച്യുതമേനോൻ തന്നെയാണ് ഇതിനെ ഉയർത്തിക്കാട്ടിയത്. ഓക്കെ, തന്റെ വിദ്യാവിനോദിനിയിലൂടെ. അപ്പൊ ഇങ്ങനെ ഉള്ള എഴുത്തുകാര്, ലേഖകര്, ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10 ചോദ്യമാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്.
10 ചോദ്യങ്ങളിൽ ഏകദേശം 10-20 പോയിന്റെങ്കിലും ഞാൻ ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ പോയിന്റുകൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് ഈ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് കൃതികളെല്ലാം നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ജയ്ലേണിന്റെ പുതിയ കോഴ്സ് ഓർത്ത് വെക്കുക. HSA മലയാളം ബാച്ച് 1.0 സ്മാർട്ട് ബാച്ച് 1.0 എന്ന് പറയുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് കരുതി ആരും അടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ളതും വിശദമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ജയ്ലേൺ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും HSA പരീക്ഷ എഴുതാൻ, മലയാളം പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 റാങ്ക് ലിസ്റ്റിൽ 10 റാങ്കിനുള്ളിൽ ഇടം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഫോൺ നമ്പർ മറക്കരുത്, 7356247751, അതുപോലെ 9778285055. ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിക്കുക, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഇതുപോലെ നല്ല ഉപകാരപ്രദമായ സിലബസിനുള്ളിൽ നിന്നുള്ള ക്ലാസ്സുകൾ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. HSA മലയാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സിലബസ് ഉണ്ട് നമുക്ക് ഓൾറെഡി, പക്ഷേ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് മലയാളം ലിറ്ററേച്ചറിന്റെ എല്ലാവിധ ഭാഗങ്ങളും കൂടി നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് മുന്നിൽ ഇനിയധികം ദിവസങ്ങളില്ല. കൃത്യമായി ഒരുപാട് നോക്കുമ്പോൾ നമുക്കറിയാം ഫെബ്രുവരി ആയിട്ടുള്ളൂ, പക്ഷെ ഇനിയും ഒക്ടോബർ വരെ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ജില്ലയിലാണ് ആദ്യം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും ഒക്ടോബറിൽ എഴുതാൻ തയ്യാറെടുക്കുന്നവരായാലും എന്ത് ചെയ്യുക, സമയം കളയാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽസ് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. ഓക്കെ, അപ്പൊ നല്ല ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതോടൊപ്പം തന്നെ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം ഉണ്ടാവും. അതുപോലെ നോട്ട്സ് PDF നോട്ട്സ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്. പിന്നെ മറ്റൊന്ന് എന്താണ്, HSA റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരും, എങ്ങനെയായിരിക്കും ചോദ്യങ്ങളുടെ രീതി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ജയ്ലേണിന്റെ പുതിയ ക്ലാസ്സിലേക്ക്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാം. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ, വരുന്ന വർഷങ്ങളിൽ എന്താണ് റാങ്ക് ലിസ്റ്റ് വരുന്ന വർഷങ്ങളിൽ നല്ലൊരു മലയാളം അധ്യാപകനാവാൻ നമുക്ക് കഴിയണം. സർക്കാർ സ്കൂളിൽ നല്ല കഴിവുള്ള ഒരു മലയാള അധ്യാപകനാകാൻ നമുക്ക് കഴിയണം. ജയ്ലേൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ജയ്ലേൺ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ഓക്കെ.